ജീവനെടുക്കുന്ന വാഹനാപകടങ്ങൾ എന്താണ് കാരണം? ഹലോ 1 മിനിറ്റ്. സാർ ഇവിടുത്തെ ട്രാഫിക് നിയമങ്ങളൊന്നും ആരും കർശനമായി പാലിക്കുന്നില്ല. രണ്ടാമത്, ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ 6 മാസത്തേക്ക് വണ്ടി ഓടാൻ പാടില്ല. അവർ പ്രാക്ടീസ് എടുത്തതിന് ശേഷമേ റോഡിൽ വണ്ടി ഇറക്കാവൂ. കുട്ടികളെന്ന് പറയുമ്പോൾ കൂടുതലും കുട്ടികൾ ഈ ലൈസൻസ് ഇല്ലാതെയൊക്കെയല്ല വണ്ടികളൊക്കെ ഓടിക്കുന്നത്. പോരാത്തതിന് ഈ ട്രാഫിക് റൂൾസും നിയമങ്ങളും കാര്യങ്ങളും ഒന്നും അറിയുന്നൂടെയൊക്കെയാണ് വണ്ടിയിലൊക്കെ പോകണം. ട്രാഫിക് പോലീസ് പറയുന്ന പോലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതിൽ പോലെ അവർ പറയുന്ന നിയമങ്ങൾ പാലിച്ചങ്ങ് പോവുക. കൂടുതലും യുവാക്കളും യുവതികളും ഇപ്പോൾ ഈ പറയും പോലെ ലഹരി ഉപയോഗിച്ചാണ് വാഹനം ഓടിക്കുന്നത് എന്നൊരു അഭിപ്രായം ഉണ്ടോ? ഒരു ഭാഗമല്ല, ഏറെക്കുറെ. ഇപ്പം നമ്മൾ അവർ ആക്സിഡൻ്റ് ആയി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം അതിൻ്റെ കർശനമായിട്ടുള്ള നടപടികൾ കർശനം അല്ലെന്നാണോ നമ്മുടെ നാട്ടിൽ? അല്ലെന്നൊരിക്കലും പറയാൻ കഴിയില്ല. ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല. കർശനം അല്ലെന്നൊരിക്കലും പറയാൻ. ഒരു പ്രതിവിധി നിർദ്ദേശിക്കാമോ? ഇതിനെന്താണ്? എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു അഭിപ്രായം ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആകുമല്ലോ. ഈ ലൈസൻസ് ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ കുട്ടികളാണ് ഓടിക്കുന്നതാണെങ്കിൽ അവർ ഓവർ സ്പീഡ് മാക്സിമം നിയന്ത്രിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനൊരു ഇത് മാക്സിമം നല്ലത് കുറഞ്ഞു കിട്ടും. ആക്സിഡൻറ്റ് കുറഞ്ഞു കിട്ടും. അതെ, ഓവർ സ്പീഡും കുഴപ്പമാണ്, ഈ പറഞ്ഞ ലഹരിയും കുഴപ്പമാണ്. ലഹരി കുഴപ്പമാണ്. അതുപോലെ രക്ഷകർത്താക്കൾ എന്ന് പറയുമ്പം വണ്ടി അവരുടെ പേരിലായിരിക്കും, അവരുടെ അഡ്രസ്സിലായിരിക്കും ഇരിക്കുന്നത്. അപ്പം കൂടുതലും ഈ കൊച്ചു പിള്ളേരൊക്കെ ഈ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ എന്തെങ്കിലും നിയമങ്ങളും കാര്യങ്ങളും കുഴപ്പങ്ങൾ ആക്സിഡൻ്റൊക്കെ വരുമ്പം അവരുടെ പേരിൽ വണ്ടിയുടെ ബാക്കി RC ഓണറും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ്. രക്ഷകർത്താക്കൾ ബോധേഡാവേണ്ട കാര്യമുണ്ടോ അതിനകത്ത്? രക്ഷകർത്താക്കൾ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പിള്ളേർക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ. പല വണ്ടികളും ഇവിടെ ട്രാഫിക് നിങ്ങൾ ലംഘിച്ചാണ് വണ്ടികൾ ഓടുന്നത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ലൈസൻസ് റോഡ് മൊത്തം എൻ്റെതാണ്, ആരും പബ്ലിക് വേറെ ആരും ഓടാൻ പാടില്ല. കർശനമായ നിയമങ്ങളും ഫൈനുകളും കൊടുത്താൽ, വെളി രാജ്യങ്ങൾ ചെയ്യും പോലെ ചെയ്താൽ, റോഡുകളും നല്ല രീതിയിൽ പണിഞ്ഞുണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ ആക്സിഡന്റ് ഏറെക്കുറെ ഒഴിവാക്കും. വണ്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടുവരികയാണ് ഓരോ ദിവസം കഴിയും തോറും. റോഡ് വലുതാവുന്നില്ല, വികസനമില്ല. ഉള്ളതെല്ലാം തോണ്ടിയിടുക, പോവുക. അപ്പോൾ കുഴിയിൽ വീണ് ചത്താലെന്ത്, മരിച്ചാലെന്ത്, കിടന്നാലെന്ത്, എനിക്കൊന്നും അറിയണ്ട. അതാണ് ഇവിടുന്ന് ഭരണകർത്താക്കൾ. മാക്സിമം അച്ഛനമ്മമാരും ഇത് ശ്രദ്ധിക്കുക. അതായത് ലൈസൻസ് 18 വയസ്സായ പൂർത്തിയായപ്പോൾ കുട്ടികൾക്ക് വാഹനം എടുത്ത് കൊടുക്കുകയും അത് കണ്ടുതന്നെ അത് 18 വയസ്സ് പൂർത്തിയാവണം, ലൈസൻസ് എടുത്ത് കൊടുക്കാൻ പാടില്ല. അതായത് മോട്ടോർ വെഹിക്കിളുമാരുടെ ഇതനുസരിച്ച് 18 പൂർത്തിയാവാതെ ലൈസൻസ് എടുക്കാം. സ്കൂളുകളിൽ ഇതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം വേണ്ടിയല്ലോ. സ്കൂളുകൾക്ക് പറഞ്ഞപ്പോൾ അതായത് ഈ സാറന്മാരും ടീച്ചർമാരും പറയാൻ പോലെയൊക്കെ തന്നെ അപകടത്തെക്കുറിച്ച് അവർക്കൊരു ഭയം ഉണ്ടാക്കി കൊടുക്കണം, പേടി ഉണ്ടാക്കണം. അതേ പറ്റുള്ളൂ. ഏറ്റവും കൂടുതലും ശ്രദ്ധിക്കാനുള്ള അച്ഛനും അമ്മമാരൊക്കെ മാതാപിതാക്കളെ നോക്കണം. ലൈസൻസ് 18 പൂർത്തിയാക്കാതെ ലൈസൻസ് വാഹനം കൊടുക്കാൻ പാടില്ല. അത് അവർ തന്നെ വിചാരിക്കണം, കുട്ടികൾ വിചാരിക്കണം. അല്ലാതെ മാതാപിതാക്കൾ പറഞ്ഞിട്ട് ഇപ്പം കുട്ടികൾ കേൾക്കുന്നില്ലല്ലോ. അപ്പോൾ കേൾക്കാത്ത കുട്ടികളെ ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് തള്ളിവിടുന്നത് നമ്മുടെ നാടിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കില്ലേ ചേട്ടാ? നമ്മളും ഈ പ്രായം കഴിഞ്ഞാണ് നമ്മളും വന്നത്. നമ്മളും ആ പ്രായത്തിന്റെ മിസ്റ്റേക്കാണ്. നമ്മളും ഇതേ കണക്ക് വാഹനങ്ങൾ ഓടിച്ച ആൾക്കാരാണ്. നമ്മളൊരു സമയം കഴിഞ്ഞപ്പോൾ നമുക്കത് മനസ്സിലായി, വണ്ടീൻ്റെ കാര്യങ്ങളും ആക്സിഡൻറ്റിനെ കുറിച്ചും നമുക്കിതെല്ലാം മനസ്സിലായി. അവർ ചിലപ്പോൾ മനസ്സിലാക്കും, ചിലപ്പോൾ മനസ്സിലാക്കത്തില്ല. റോഡിന്റെ വികസനം നടക്കാത്തത് സർക്കാരിന്റെ അനാസ്ഥ തന്നെയാണ്. ഈ ടാക്സ് ഇത്രയും വണ്ടി ഇറങ്ങി സാർ, കോടിക്കണക്കിന് ടാക്സ് ആണ് ഈ വാഹനങ്ങളിൽ നിന്ന് സർക്കാരിൽ നിന്ന് കിട്ടുന്ന പൈസ. അതിൽ 1% ഒരു 10% റോഡിന് വികസനത്തിൽ മാറ്റെങ്കിൽ ഇത്രയും കട്ടകളും കുടിയോ എല്ലാം ഒഴിവാക്കാമായിരുന്നു, അപകടങ്ങൾ ഒഴിവാക്കാമായിരുന്നു. പിന്നെ ഇപ്പോൾ ഇൻഷുറൻസ് ഇല്ല അവിടെ എത്ര വണ്ടി ഓടുന്നു, ലൈസൻസ് ഇല്ല അവിടെ എത്ര വണ്ടി ഓടുന്നു. 2 വീലറൊക്കെ 3 പേര് ഹെൽമെറ്റ് ഇല്ലാതാണ് പോണത്, നമ്പർ പ്ലേറ്റ് ബാക്കിൽ മറച്ചു വെച്ചാണ് ക്യാമറ അടിക്കാതിരിക്കാൻ പോണത്. അതൊന്നും പോലീസിന് കാണുന്നില്ല. പോലീസ് അവരോട് കാര്യം പറഞ്ഞാൽ പറയും ഞങ്ങൾ അവരെ പുറകെ പോയിട്ടായിരിക്കും, ഞങ്ങൾക്ക് ഇനി അടുത്ത ഒരു കൊലയ്ക്ക് ഉത്തരം പറയേണ്ടത്. ഇതാണ് പറയണത്. അവരും പ്രതികരിക്കുന്നില്ല. ഇവിടെ ഒരു മനുഷ്യന് സാർ മരിക്കുന്നത് വരെ കേൾക്കാനുള്ളതാണ് ഈ ചെവി സാറ്. ഇവിടെ എത്ര എണ്ണം പടക്ക് സൗണ്ട് വെച്ച് എത്ര ബുള്ളറ്റുകളും വണ്ടികൾ പാഞ്ഞു പോണു. ഇത് വിളിച്ചു പറഞ്ഞാൽ പോലും പോലീസുകാർ ചെവി കൊള്ളുന്നില്ല. ഞങ്ങൾക്ക് അതിന് പുറകെ കിടക്കാൻ വയ്യ. ഇതാണ് സാർ ഭരണകർത്താക്കൾ പറയേണ്ടത്, അല്ലെ പോലീസ് നിയമങ്ങൾ പാലിക്കേണ്ടവർ പറയേണ്ടത്.
കുട്ടികളിലെ വാഹനാപകടം വർദ്ധിക്കുന്നു. ഏറെയും ലൈസൻസ് ഇല്ലാതെ വാഹനമോടിക്കുന്ന 18 താഴെയുള്ള കുട്ടികൾ. ഇതിന് പ്രതിവിധി എന്ത്? പലരും പറയുന്നു ലഹരിയാണ് ഇതിന് കാരണമെന്ന്. അധികാരികൾ കണ്ണു തുറക്കട്ടെ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.